ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയോ വറക്കാത്ത റവയായാലൊന്നും പ്രശ്നമില്ല. അപ്പോൾ 4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ 3 അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ചെറുതാണെങ്കിൽ ഒരു 4 എടുക്കാം. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് വേണം. അപ്പോൾ ഒരു 1/4 കപ്പിൻ്റെ 1/2 കപ്പിൻ്റെ ഇടയിലായിട്ട് തൈര് എടുത്തിട്ടുണ്ട്. ഇനി തൈര് വേണ്ട എന്നുള്ളവർക്ക് ഉരുളക്കിഴങ്ങ് ൻ്റെ അളവ് കുറച്ചുകൂടി കൂട്ടിയെടുത്താൽ മതി. തൈര് സ്കിപ്പ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം എടുക്കണം. അപ്പോൾ 1 കപ്പ് റവക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് 4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റവ പകുതിയായിട്ട് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് മൊത്തത്തിൽ ഒറ്റ ട്രിപ്പിൽ അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ പകുതിയാക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ റവേൻ്റെ പകുതി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് അരയാതെ കഷ്ണങ്ങളായിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇത് അരഞ്ഞ് കിട്ടണം. ഞാൻ ഒരു ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. റവേൻ്റെ തരികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് കൂടി ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. ഇപ്പം ഞാൻ 2 ട്രിപ്പും അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് വേണ്ടത്. ഒരുപാട് ലൂസും ആകരുത്, എന്നാൽ ഒരുപാട് ടൈറ്റും ആകരുത്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ച് ടൈറ്റാന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. 2 എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. അതേപോലെ തന്നെ ഇത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ മാവുള്ളത് കാരണമാണ് ഇത്രയും സവാള ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ മാവുള്ളെങ്കിൽ അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. ഇനി നമുക്കൊരു 1/4 കപ്പ് തക്കാളി ചേർത്ത് കൊടുക്കാം. അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ഇനി നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് ഇനി ക്യാബേജാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 കപ്പിനടുത്ത് ക്യാബേജ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ക്യാബേജിന് പകരം ക്യാരറ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര താല്പര്യം ഇല്ലെങ്കിൽ കുറച്ച് കുറക്കാവുന്നതാണ്. എന്നാലും മല്ലിയില സ്കിപ്പ് ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ തരും. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു തിക്നെസ് നമുക്ക് വേണം. അതേപോലെ ഇതിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞാൻ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, സവാളയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര അളവ് വേണ്ടാന്നാണെങ്കിൽ എല്ലാത്തിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി. നമ്മുടെ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ തന്നെ ആയിരിക്കണം ഉണ്ടാവുക. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊരു 1/4 ടീസ്പൂണിൻ്റെ താഴെ മതി കേട്ടോ. വളരെ കുറഞ്ഞ് മാത്രം മതി. അല്ലെങ്കിൽ മാക്സിമം ഒരു 1/4 ടീസ്പൂൺ, അതിൻ്റെ കൂടുതലാവരുത്. അപ്പോൾ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇനിയിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്കിതിലേക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എണ്ണ അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെന്ത് വരാനുണ്ട്. അത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ വെന്തോളും. ഒന്ന് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് മറിച്ചിട്ട ശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കറികളൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.